Alaikum. Good morning, all. Good morning. Assalamu alaikum. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആണ്, കാമാണ് അല്ലേ? ഓക്കെ. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാം കേട്ടോ. വരാൻ പറ്റുന്നവര് മാക്സിമം വീഡിയോ മോഡിൽ വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിക്കമിങ് ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് അല്ലേ? നമ്മുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ ആയി കഴിഞ്ഞാലും ഈ ഒരു മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതും എന്താണ്, നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ എന്താണ് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെ വേണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആശിഷ് സർ, ഗുഡ് മോർണിംഗ്. എന്താണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? മേഡം മോർണിംഗ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. എല്ലാവരും വീഡിയോ മോഡിൽ വരൂ കേട്ടോ. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാം. ഓക്കെ. അപ്പോഴല്ലേ നമുക്ക് ഒരു ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോവാനും, ഇതുപോലെ സെഷൻ എടുക്കുന്നവർക്ക് ഒരു എനർജിയാണ് നിങ്ങൾ വീഡിയോ മോഡിൽ വരുമ്പോൾ. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാം. ഇപ്പൊ നിങ്ങൾ വീഡിയോ മോഡിൽ വരുമ്പം അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും അതുപോലെ ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് സെഷനിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു 1 അവർ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ മോഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും എന്താണ് ശ്രദ്ധിച്ചിരിക്കും അല്ലേ? നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അത് തന്നെ വലിയൊരു മാറ്റമാണ്. ബെറ്റർ വേർഷനിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണത്. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ, ഒരു നല്ല വ്യക്തിയായിട്ട് മാറുക, എന്താണ് നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട്. മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ. എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? നല്ല കൈൻഡ് ആയിട്ട്, മറ്റുള്ളവരോട് കമ്പാഷനേറ്റ് ആയിട്ട്, അതുപോലെ നമ്മൾ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലേ? ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. പക്ഷെ പല സമയത്തും എന്താണ് ഇതൊരു ചില സമയത്ത് നമ്മൾ അങ്ങ് തീരുമാനം എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂ ഇയറിന്റെ ഒക്കെ സമയത്തില് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മുടെ റൂട്ടീനിൽ ആഡ് ചെയ്യാൻ നോക്കും, ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട്, സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ എന്താണ്, അത് കുറച്ച് ഡേയ്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് എന്താണ്, ഇതൊക്കെ എന്താണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ എല്ലാവരും? ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താൻ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, റെഡിയാണ്. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ. ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, എ ജേർണി ഓഫ് ഗ്രോത്ത്, അവയർനെസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. നമ്മൾ മനസ്സിലാക്കുക, ബെറ്റർ വേർഷൻ എന്ന് പറയുമ്പം ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ല. പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒന്നും സംഭവിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോവാൻ പറ്റുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ
ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ എല്ലാം തികഞ്ഞ് ഒരു മിസ്റ്റേക്സും സംഭവിക്കാതെ അല്ലെങ്കിൽ ഒരു ഫെയിലറോ ഒന്നും സംഭവിക്കാതെ ഒരു ചലഞ്ചസ് ലൈഫിൽ വരാത്ത ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വേർഷൻ എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു ബെറ്റർ വേർഷനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തി ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ ഗ്രോത്തിലേക്ക് എത്തുക, ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ പ്രോഗ്രസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡ് വാട്ട് സ്റ്റോപ്സ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിന് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, പേഴ്സണൽ ഗ്രോത്ത് ആണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ഒരു ബെറ്റർ വേർഷൻ എന്നുള്ളത് പേഴ്സണൽ ഗ്രോത്ത് ആണ് അല്ലെ. അതുപോലെ ഡിസ്കവർ ദ ക്വാളിറ്റീസ് ഓഫ് യുവർ ബെസ്റ്റ് സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളത് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ലേൺ പ്രാക്ടിക്കൽ ഡെയിലി ഹാബിറ്റ്സ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡെയിലി ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കാം. അതുപോലെ ഐഡന്റിഫൈ ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് ഇമോഷണൽ ബ്ലോക്സ്. നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളെ പരിമിതപ്പെടുത്തുന്ന എന്തൊക്കെ വിശ്വാസങ്ങളാണ് അത് കണ്ടെത്തുക. അതുപോലെ ഇമോഷണൽ ബ്ലോക്സ് അല്ലെ, നമുക്ക് ഇമോഷണലി ഒരുപാട് ബ്ലോക്സ് ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ. ഫിയർ നമുക്ക് ഉണ്ടാവാറുണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പേടിയാണ്, പരാജയ ഭീതിയാണ്, ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഇങ്ങനെ അതുപോലെ എന്താണ് അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ നമ്മൾ ഇൻട്രോവേർട്ടായിട്ട് പോവുക, ഇങ്ങനെ ഇമോഷണൽ ബ്ലോക്സ് ഒരുപാട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തുന്നു. പിന്നെ ക്രിയേറ്റ് എ സിമ്പിൾ പേഴ്സണൽ ആക്ഷൻ പ്ലാൻ. നമ്മൾ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആക്ഷൻ പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹു ഈസ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു? നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, നമ്മളോട് തന്നെ ചോദിക്കുക, ഹു ഈസ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു? ഈസ് ഇറ്റ് someone who never makes mistakes? മിസ്റ്റേക്സ് ഒന്നും ചെയ്യാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണോ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്? someone who is സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണോ? നമ്മുടെ തന്നെ ആ ഒരു വേർഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണോ നമ്മുടെ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്? ഓർ someone who keeps growing every day? ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വളർച്ചയോട് കൂടിയിട്ടുള്ള ഒരാളാണോ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എന്താണ് ബെസ്റ്റ് വേർഷൻ എന്നുള്ളത്. വാട്ട് ഡസ് ബെസ്റ്റ് വേർഷൻ മീൻ? എന്താണ് ബെസ്റ്റ് വേർഷൻ എന്നുള്ളത് മീൻ ചെയ്യുന്നത്? ദ ബെസ്റ്റ് വേർഷൻ ഈസ് ഓഫ് യുവർ സെൽഫ് ഈസ് someone who lives consciously. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് ബെസ്റ്റ് വേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണോ ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്? അല്ല, ബെസ്റ്റ് വേർഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലിവ്സ് കോൺഷ്യസ്ലി. എന്താണ് ലിവ്സ് കോൺഷ്യസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. പല സമയത്തും നമുക്ക് ബോധം നഷ്ടപ്പെടാറുണ്ട് അല്ലെ. പല സമയത്തും പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ്, എന്താണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു, ഇതിന്റെ എല്ലാം ബോധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പല കാര്യങ്ങളും പ്രൊഡക്റ്റീവ് അല്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മനസ്സിന് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്നാൽ ചില സമയത്ത് നമുക്ക് ബോധം വരും, ഇങ്ങനെ പോയാ പോരാ, എന്താണ് എനിക്ക് സക്സസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചു, ഇനിയെങ്കിലും എനിക്ക് ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്തണം എന്നൊരു ബോധം ഇടയ്ക്ക് വരാറില്ലേ. ആ ഒരു ബോധത്തോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്താണ് എൻ്റെ ലൈഫ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഇന്ന് എന്തൊക്കെ ചെയ്യണം, എൻ്റെ ഗോൾ എന്താണ്, ഇത്തരത്തില് നമുക്ക് ഒരു ബോധം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യണം, ഈ രീതിയിൽ നമ്മളൊരു ബോധത്തോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളത് അത് ബെറ്റർ വേർഷന്റെ ഒരു ബെസ്റ്റ് വേർഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ്.
ഓക്കെ. ഇപ്പോൾ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ്, മൈൻഡ് ഔട്ട് ആയിരിക്കും അല്ലെ. മൈൻഡിൽ നമുക്കൊരു ബോധത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം പല സമയത്തും മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവര് ചോദിക്കാറുണ്ട്, എന്താ ഒരു ബോധവും ഇല്ലേ നിനക്ക്, അല്ലെ. ബോധമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു, അല്ലെങ്കിൽ നീ എന്താണ്, ആഹ് നിനക്ക് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ബോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ പേർപ്പസ് എന്താണ്, ഞാൻ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്റെ ഗോൾ എന്താണ്, ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ സമയത്തെക്കുറിച്ചുള്ള ബോധം, അതുകുറിച്ച് നമ്മളെ കുറിച്ചുള്ള ബോധം, ഞാൻ എന്താണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കുറിച്ചുള്ള ബോധം. ഈ ഒരു ബോധത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് നോസ് ദെയർ വാല്യൂസ്. എന്താണ് നോസ് അവർ വാല്യൂസ്? നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ. നമുക്ക് ഒരുപാട് വാല്യൂസ് നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരുപാട് വാല്യൂസ് ഉണ്ട്, മൂല്യങ്ങളുണ്ട്, അല്ലെ. എന്താണ് അതിൽപ്പെട്ട മൂല്യങ്ങളാണ് സത്യസന്ധത, അല്ലെ, കരുണ, അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഉത്തരവാദിത്ത ബോധം, കുടുംബം, അല്ലെ. ഇങ്ങനെ ഒരുപാട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട മൂല്യങ്ങളുണ്ട്. അപ്പൊ ഈ മൂല്യങ്ങൾ എന്താണ്? ആത്മാർത്ഥത, വളർച്ച, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ അറിയണം. ഇതൊക്കെ നമ്മൾ ലൈഫിൽ കീപ്പ് ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ ഒരു മാസ്ക് ഇട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെ, നമുക്ക് ചുറ്റും. അപ്പോ അവര് ഉള്ളിൽ ഒരുപാട് വാല്യൂസ് അവർക്ക് ഉണ്ടെന്നിരിക്കാം, പക്ഷെ എന്താണ്, പുറത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്സിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഒരുപാട് കളവും തെറ്റും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഒരു കുറ്റബോധവും, നമുക്ക് നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല, അല്ലെ. ആ ഒരു വാല്യൂസ് നമ്മൾ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട വാല്യൂസ് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ എന്താണ് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, നമ്മൾ നമ്മെ തന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ വാല്യൂസ് എന്ന് അറിഞ്ഞ് അത് ലൈഫിൽ ഫോളോ ചെയ്യുക എന്നുള്ളതും അപ്ലൈ ചെയ്യുക എന്നുള്ളതും ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് ബെസ്റ്റ് വേർഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ വാല്യൂസിനെ അറിയാം, ബോധത്തോടെ ജീവിക്കാം, ലേൺസ് ഫ്രം മിസ്റ്റേക്സ്. നെക്സ്റ്റ് വരുന്നത് ലേൺസ് ഫ്രം മിസ്റ്റേക്സ്. നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, അല്ലെ. പലരും എന്താണ്, എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ സെൽഫിനെ ബ്ലെയിം ചെയ്യും, അല്ലെ. ബ്ലെയിം ചെയ്യും, ഞാൻ മോശമാണ്, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, ഞാൻ പരാജിതനാണ്, അല്ലെ. ഇപ്പൊ ഒരു ജോലി പോയി എന്ന് വിചാരിക്കാം. അപ്പോ അതിൽ നമ്മൾ നമ്മെ കുറ്റപ്പെടുത്തി, നിനക്കൊന്നിനും കഴിയില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് കേപ്പബിൾ എന്നുള്ള രീതിയിൽ സെൽഫിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ താഴേക്ക് പോകും, അല്ലെ. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും നമ്മൾ പഠിക്കുക. എന്താണ് എനിക്ക് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടെ വന്നിട്ടുള്ള മിസ്റ്റേക്ക്, അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ജോലി നഷ്ടപ്പെട്ടു, അവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടായിരിക്കാം ജോലി നഷ്ടപ്പെട്ടത്. എന്തെങ്കിലും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇവരുടെ പെർഫോമൻസ് എന്തായിട്ടുണ്ടാവില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്താണ് എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക്, ഏത് ഏരിയയാണ് ഞാൻ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളത് ആ മിസ്റ്റേക്കിൽ നിന്നും പഠിച്ച് അതിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന രീതി, അതാണ് ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ എത്താനുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, അതിനെ ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാം. മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കുക, ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതും ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് വേർഷനിൽ മീൻ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. അതുപോലെ ഈസ് ഇമോഷണലി ബാലൻസ്ഡ്. നമ്മൾ ഇമോഷണലി എന്താവണം, ബാലൻസ്ഡ് ആവണം, അല്ലെ. എന്താണ് ഇമോഷണലി ബാലൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ സന്തോഷം വരികയാണ് അല്ലെങ്കിൽ സങ്കടം വരികയാണ്, നമുക്ക് ദേഷ്യം വരികയാണ്, ഈ സമയത്തൊക്കെ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റണം. അത് നിയന്ത്രണമില്ലാതെ നമ്മുടെ കൈവിട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. ഇതാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, അപ്പൊ ആ സമയത്ത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നു, പിന്നീട് അതിൽ നിന്നും ഉയർന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ എന്താണ് അതിൽ പെട്ടുപോവാതിരിക്കുക, ഇമോഷണലി ബാലൻസ്ഡ് ആവുക. അപ്പൊ ആരെങ്കിലും മറ്റൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ആരെങ്കിലും നമ്മളെ വിമർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാണ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക. മീൻസ് നമ്മളൊന്ന് ശാന്തമായിട്ട് മറുപടി പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മളവിടെ റിയാക്ട് ചെയ്യാതെ ശാന്തമായിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിന് ശാന്തമായിട്ട് മറുപടി പറയുന്ന സിറ്റുവേഷൻ, അതിലേക്ക് എത്തുക. ഇമോഷണലി സോറി ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ് ബെസ്റ്റ് വേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചൂസസ് പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷനിസം അല്ലെ, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇതിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശം, ആ ഒരു വിചാരം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റ് എന്നുള്ള വേർഡ് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഒരാളും പെർഫെക്റ്റ് അല്ല, ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ അത് ഇത്രയും റിസ്ക് എടുത്ത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അത് ചെയ്യാൻ പറ്റും അല്ലേ? അത് പെർഫെക്റ്റ് വേർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആക്കട്ടെ എന്നുള്ള ആ ഒരു സ്ട്രെസ്സിൽ നമ്മൾ നീട്ടി വെച്ച് കൊണ്ടുപോകുന്നതിന് പകരം പെർഫെക്ഷൻ എന്നുള്ളതിൽ നിന്നും പ്രോഗ്രസ് ചൂസ് ചെയ്യാം. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യാം. നെക്സ്റ്റ് അതിനേക്കാൾ എന്താണ് ബെറ്റർ ആക്കിയിട്ട് കൊണ്ടുവരാം. അല്ലാതെ എല്ലാം തികയുന്ന രൂപത്തിലേക്ക് ഞാൻ അങ്ങനെ ചെയ്യൂ, ഇപ്പൊ ഒരു ജോലി 100% പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനെ വൈകിപ്പിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങും. പിന്നെ ഓരോ ദിവസവും അതിനെ ബെറ്റർ ആക്കി കൊണ്ടുപോകും. ഇതൊക്കെയാണ് ബെസ്റ്റ് വേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബോധത്തോടെ ജീവിക്കാം, നമ്മുടെ വാല്യൂസ് നമ്മൾ അറിയുക, അത് കീപ്പ് ചെയ്യുക. അതുപോലെ മിസ്റ്റേക്സിൽ നിന്നും ലേൺ ചെയ്യാം. മിസ്റ്റേക്സ് വരുമ്പോൾ ബ്ലെയിം ചെയ്യാതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. അതുപോലെ ഇമോഷണലി ബാലൻസ്ഡ് ആവാം. ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പോവുക. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇമോഷണലി ബാലൻസ്ഡ് ആവാം. ഓക്കെ. അതുപോലെ ചൂസസ് പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർഫെക്ഷന് എതിരെ പ്രോഗ്രസ് ചൂസ് ചെയ്യുക. ഓരോ ദിവസവും ബെറ്റർ വേർഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദ പെർഫെക്ഷൻ ഈസ് ഇംപോസിബിൾ, ഗ്രോത്ത് ഈസ് ഓൾവേസ് പോസിബിൾ. പെർഫെക്ഷൻ എന്തല്ല? പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പം പെർഫെക്ഷൻ എപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ പെർഫെക്ഷന് തന്നെ ഒരുപാട് നമുക്ക് ആ പെർഫെക്ഷനിസം നമ്മളിലേക്ക് ഉണ്ടാവാനായിട്ട് അതിന്റെ റൂട്ട് കോസസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത്, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നീ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ പറയുന്നതിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതൊരിക്കലും എന്തല്ല, പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്. അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ. ഗ്രോത്ത് ഈസ് ഓൾവേസ് പോസിബിൾ. ഗ്രോത്ത് എന്താണ്? പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ ഓരോ സ്റ്റെപ്പ് ആത്മവിശ്വാസത്തോടുകൂടെ കോൺഫിഡൻസോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റെപ്പ് വെച്ച് വരാം. അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഹാബിറ്റ് നമ്മൾ നമ്മുടെ റുട്ടീനിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് നാളെ ചെയ്യാം, അത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആവണം, ശരിയായില്ല എന്നുള്ള രീതിയിൽ അത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അപ്പൊ ബെസ്റ്റ് വേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഇന്നത്തേതിൽ നിന്നും ഒന്നുകൂടെ ബെറ്റർ ആവുക, ഇന്നുള്ള നമ്മളിൽ നിന്നും എന്താണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആളാവുക
നമ്മൾ ഓരോ നിമിഷവും അങ്ങനെ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. അതാണ് ബെറ്റർ വേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് വാട്ട് സ്റ്റോപ്സ് അസ് ഫ്രം ബിക്കമിങ് അവർ ബെസ്റ്റ്? നമ്മളെ ബെസ്റ്റിൽ നിന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ആ ഒരു ബെസ്റ്റ് വേർഷനിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിലേക്ക് എത്താൻ പറ്റാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് കോമൺ ഒബ്സ്റ്റക്കിൾസ്? എന്തൊക്കെയാണ്? ലിമിറ്റിംഗ് ബിലീഫ്സ്, അല്ലെ? നമ്മുടെ ഉള്ളില് നമ്മളോട് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ. ഓക്കെ. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, പ്രൊക്രാസ്റ്റിനേഷൻ, നെഗറ്റീവ് സെൽഫ് ടോക്ക്, അൺഹീൽഡ് ഇമോഷണൽ വൂൺസ്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും നമ്മളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. കാരണം നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബിലീഫ്സ്, ഇതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട്, നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ടർ വേൾഡുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. ഡീപ്പ് കണക്ഷൻ ഉണ്ട് നമ്മുടെ ലൈഫുമായിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്താനായിട്ട് വർക്ക് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയാണ്. ഒരിക്കലും നമ്മൾ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്, ഇപ്പം നമ്മൾ പല ഏരിയാസിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അല്ലെ? റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ കരിയറിലാവാം, അതുപോലെ ഇൻകം, അതുപോലെ എന്താണ് നമ്മളുടെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പേടിയാവാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ പല ഏരിയാസിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ പുറത്ത് നമ്മൾ സൊല്യൂഷൻ തേടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്തല്ല, അതിനൊരു സൊല്യൂഷൻ അല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ചിന്തകളിലാണ്, നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ബിലീഫ്സ് ആവട്ടെ, നമ്മളുടെ ചിന്തകളും, നമ്മളുടെ പാറ്റേൺ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ആണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ നോക്കാം, ബെറ്റർ വേർഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ലിമിറ്റിംഗ് ബിലീഫ്സ്. എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അല്ലെ? എന്താണ്? ഞാൻ പോരാ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് കേപ്പബിൾ. ഇങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള വിശ്വാസം. ഞാനൊരു പരാജയമാണ്, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഐ എം നോട്ട് സക്സസ്ഫുൾ, അതുപോലെ എനിക്ക് കഴിയില്ല, എനിക്ക് മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് പറയും, അതുപോലെ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ വിധിയാണ് ഈ ലൈഫ്, ഈ ഒരു ലൈഫ് എൻ്റെ വിധിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. അതുപോലെ പണത്തിന് ഞാൻ അർഹനല്ല, സക്സസിന് ഞാൻ അർഹയല്ല, ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്. ഐ എം നോട്ട് സേഫ്, ഞാൻ സേഫ് അല്ല. ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണ്, നമ്മുടെ ആ ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു 0 to 15 ഇയേഴ്സിൽ നമ്മൾ കുഞ്ഞാണ്, അല്ലെ? കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നത്. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്താവുന്നു? നമ്മുടെ ഉള്ളിൽ ബിലീഫ്സ് ആയിട്ട്, വിശ്വാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യപ്പെടുന്നു. ഈ വിശ്വാസങ്ങളാണ് പിന്നീട് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ. നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. ഇപ്പോ ഒരു 15 വയസ്സ് വരെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ഒരു പാറ്റേൺ ആയിട്ട്, ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ലൈഫിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കും. അപ്പൊ നമ്മൾ ബെറ്റർ വേർഷൻ എന്ന് പറയുമ്പോൾ, അല്ലെ, നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മുതിരുമ്പോഴും ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ത് ചെയ്യും? നമ്മളെ പിന്നോട്ട് വലിക്കും. അപ്പോൾ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട്
നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. നമ്മൾ ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോൾ ഒന്നുകൂടെ എനർജിയാണ് അല്ലേ? ഒന്നുകൂടെ എനർജിയാണ്. നിങ്ങൾ കൂടുതൽ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്, ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ലിമിറ്റിംഗ് ബിലീഫാണ്, ഞാൻ പണത്തിന് അർഹയല്ല, എനിക്ക് പണത്തിന് അർഹതയില്ല എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് വരും. അതുപോലെ സ്നേഹം, സേഫ്റ്റി ഒന്നും കിട്ടാതെ വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ ഐ എം നോട്ട് സേഫ്, അല്ലെങ്കിൽ ഐ എം നോട്ട് ലൗഡ്, എന്നാരും സ്നേഹിക്കുന്നില്ല, എന്നാർക്കും ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. ഈ ബിലീഫ്സ് എന്ത് ചെയ്യുന്നു? പിന്നീട് ഇവരുടെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് മാറുന്നു. ഇവരിലേക്ക് വരുന്ന റിലേഷൻഷിപ്പ് എല്ലാം പ്രശ്നമാവും. കാരണം ഈ ഒരു ബിലീഫാണ് അവരുടെ ഉള്ളിലുള്ളത്. നമ്മുടെ ബിലീഫ്സിന് എനർജി പവർ ഉണ്ട്. നമ്മുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ? നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പം ഈ ബിലീഫ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെറ്റർ വേർഷനിൽ നിന്നും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോ എല്ലാവരും? ഓക്കെ, have be perfect to be accepted. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്? അപ്പം ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മൾ കണ്ടെത്തണം. എന്താണ് എന്റെ ബെറ്റർ വേർഷനിൽ നിന്നും തടസ്സം നിൽക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മളെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ. ഭയപ്പെടുമോ, പരാജയ ഭീതി, അല്ലെ? പരാജയപ്പെടുമോ എന്നുള്ള ഭയം. നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഫെയിലർ ആയി പോവോ എന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യോ, എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യണം, നമുക്കൊരു ജോബ് വേണം, അല്ലെ? നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൻകം ഏൺ ചെയ്യണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് എന്താണ്, എന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോവോ, എന്നെ അവര് നെഗ്ലക്ട് ചെയ്യോ, റിജക്ട് ചെയ്യോ എന്നുള്ള ആ ഒരു പരാജയ ഭീതി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ബെറ്റർ വേർഷനിലേക്ക് എത്തുന്നതിൽ നിന്നും തടയും. അതുപോലെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള പേടി. അതുപോലെ പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടി വെച്ച് നമ്മൾ കൊണ്ടുപോകും, അല്ലെ? ഏതൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ചെയ്യാം, ഈ രീതിയിൽ നമ്മൾ നീട്ടി വെച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ബെറ്റർ വേർഷനിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലെ? ഓക്കെ. അതുപോലെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, നമ്മള് നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ, നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയും. എന്താണ്? നീ മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ്സ്, ഇതിനെല്ലാം എന്തുണ്ട്? എനർജി പവർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എനർജി പവർ ഉണ്ട്. ഇത് എന്ത് ചെയ്യുന്നു? അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെങ്കിൽ ആ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇതൊരു
തടസ്സമാണ്. നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നും വരില്ല, എൻ്റെ വിധിയാണിത്, അല്ലെങ്കിൽ എനിക്ക് മാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ 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 എന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് തന്നെ റിയാലിറ്റിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ്സ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു ഡയറക്റ്റ് കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് പോകാനായിട്ട് തടസ്സം നിൽക്കുന്ന കാര്യമാണ് സെൽഫ് ടോക്ക്, നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. എന്താണോ നമുക്ക് വേണ്ടത് അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ പോരാ, ഞാൻ മോശമാണ്, എനിക്ക് സക്സസിലേക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നതിന് പകരം എന്താ വേണ്ടത്? എനിക്ക് സക്സസ് വേണം, എനിക്ക് ബെറ്റർ വേർഷനിലേക്ക് എത്തണം, ഒരു നല്ല വ്യക്തിയാവണം, പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇത് എന്ത് ചെയ്യാം? നമ്മൾ സെൽഫ് ടോക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ തന്നെ അൺഹീൽഡ് ഇമോഷണൽ വൂൺസ്, നമ്മുടെ ഉള്ളില് അൺഹീൽഡ് ആയിട്ട് കിടക്കുന്ന, ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഇമോഷണൽ വൂൺസ് ഉണ്ട് അല്ലെ? വൈകാരിക മുറിവുകളുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലം മുതൽ അല്ലെ, പല രീതിയിലുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ, ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോവും, മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കും അല്ലെ, ഓയിൻമെന്റ് പുരട്ടും, ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് അത് ക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. എന്നാൽ ഇമോഷണലി നമുക്ക് ഒരുപാട് മുറിവേൽക്കാറുണ്ട് അല്ലെ? ഇപ്പം കുട്ടിക്കാലത്ത് പാരൻസിൽ നിന്നും സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു സ്ട്രിക്റ്റഡ് പാരന്റിങ് ആയിരുന്നു, കൺട്രോൾഡ് പാരന്റിങ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഒരുപാട് വഴക്കും അടിയും പിടിയും ഒക്കെ ഒരു കുട്ടിയെ കെയർ ചെയ്യുന്ന രീതിക്ക് പകരമായിട്ട് അവരിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും, കുട്ടികളുടെ അടുത്ത് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് അല്ലെ? എന്ത് പ്രശ്നങ്ങളും എന്താ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്താണത് തീർക്കുന്നത്. കാരണം അവിടെ എന്താണ്, നമ്മൾ സേഫാണ്, റിയാക്ട് ചെയ്യില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുള്ള നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ കുട്ടിക്കാലത്ത് മാത്രമല്ല, നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു, ബിസിനസ്സിൽ ചീറ്റ് ചെയ്യുക, അതുപോലെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുക, ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ കളിയാക്കുക, ഇരട്ടപ്പേര് വിളിക്കുക, അങ്ങനെ പല 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 തരത്തിൽ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോവുക, ഇതൊക്കെ എന്താണ്? ഇമോഷണൽ വൂൺസ് ആണ്. ഓക്കെ. അതുപോലെ അബാൻഡൻമെന്റ്, നമ്മള് നമ്മുടെ പാരൻസ് ഒക്കെ നമ്മൾ വിട്ടുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആവുക, ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ മുറിപ്പെടുത്തും. ഈ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഹീൽ ചെയ്യാതെ അൺഹീൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല. ഇത് ബെറ്റർ വേർഷനിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഹീൽ ചെയ്യപ്പെടാതെ ഇമോഷൻസ്, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിന് ഹീൽ ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എന്താവാൻ പറ്റില്ല? ഇമോഷണലി സ്റ്റേബിൾ ആവാൻ പറ്റില്ല. നമ്മൾ ഓവർ റിയാക്ട് ചെയ്തു പോകും. ചെറിയ വിമർശനങ്ങൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ ഓവർ റിയാക്ട് ചെയ്തു പോകും. നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്ത്? ഇപ്പം ഒരു എക്സാമ്പിളൂടെ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല എന്ത്? ഞാൻ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യപ്പെടേണ്ട എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെ? പക്ഷെ എന്താണ്? കൈവിട്ടു പോകുന്നു. അവർ പോലും അറിയാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, അവരുടെ റിയാക്ഷനിലേക്ക് പോകുന്നു. അതുപോലെ പല കാര്യങ്ങളും ചെയ്യാനുള്ള പേടി, ട്രസ്റ്റ് ഇഷ്യൂ വരാം, ആളുകളെ വിശ്വസിക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ എന്താണ്? നമ്മളുടെ അൺഹീൽഡ് ഇമോഷണൽ വൂൺസിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ട്ണർ അല്ലെ, നമ്മൾ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇത് എവിടെ നിന്നും വരുന്നതാണ്? ഓൾറെഡി മറ്റൊരാൾ, വിശ്വസിച്ച ഒരാൾ ചീറ്റ് ചെയ്യപ്പെട്ട, അങ്ങനെയൊരു ട്രോമ കിട്ടിയതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ബിലീഫാണ് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ചീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പോ ഈ പാസ്റ്റ് വൂണ്ട് ഹീൽ ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ബിലീഫ് ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ മറ്റൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ
ഫാദർ ഓർ മദർ ഇട്ടേച്ച് പോകുന്ന സിറ്റുവേഷൻ, അല്ലെ? ആള് ആള് നഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു വ്യക്തിക്ക് ആളുടെ ഇപ്പൊ മാരീഡ് ലൈഫിലൊക്കെ ആണെങ്കിൽ പാർട്ട്ണർ ഇട്ടേച്ച് പോകുന്നുള്ള ആൻസൈറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം ആ ഒരു പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യപ്പെടാതെ അവിടെ കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്നും നമുക്കൊരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? നഷ്ടപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട ആള് അല്ലെങ്കിൽ ഫാദർ ഓർ മദർ എന്നെ എത്രയും കെയർ ചെയ്യേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആള് എൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പം ഏത് സമയത്തും എന്നിൽ നിന്ന് നഷ്ടപ്പെടാം എന്നുള്ള ഒരു പേടി അവരുടെ മാരീഡ് ലൈഫിൽ ആ ഒരു ആങ്സൈറ്റി ആയിട്ട്, ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആയിട്ട് അത് മാറും. അപ്പം പാർട്ട്ണറെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്, അല്ലേ? എപ്പോഴും വിളിക്കാൻ, എവിടെ പോയി, ഒരു സമാധാനം കൊടുക്കാതെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ എന്താണ്? അൺഹീൽഡ് ഇമോഷണൽ വൂൺസിൽ നിന്നും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താൻ തടസ്സം നിൽക്കും എന്ത്? ഇങ്ങനെ ഹീൽ ചെയ്യപ്പെടാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൂൺസ്. അപ്പൊ നമ്മള് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ മറന്നുപോയ കാര്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്, എനിക്കതൊന്നും ഓർമ്മയില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ, ഇന്റൻസീവ് ആയിട്ട് നമ്മൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. അതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, എല്ലാവരും കളിയാക്കി, ഒരുപാട് ആളുകളുള്ള ഒരു എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലേ, ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും, നമ്മൾ ആകെ ഒരു ഷെയിമും, നമുക്ക് ഭയങ്കര സങ്കടവും ഒക്കെ ഫീൽ ചെയ്യും, അല്ലേ? വളരെ ഇന്റൻസീവ് ആയിരിക്കും. ഈ ഒരാൾക്ക് പിന്നീട് സ്റ്റേജിൽ പെർഫോം ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അഡൾട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞാലും അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ട്രോമ കണക്റ്റ് ആവും. എന്നിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റാതെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അവർ പോകും. എന്താണ്, വിറയൽ അനുഭവപ്പെടുക, അല്ലെ, കണ്ണിൽ ഇരുട്ട് കയറും, അല്ലെ, ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഉള്ളില് അൺഹീൽഡ് ആയിട്ട് കിടക്കുന്ന ഇമോഷണൽ വൂൺസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കത്തിന്റെ അഭാവം, അല്ലെ? നമ്മൾ നേരത്തെ എണീക്കണം, അതുപോലെ അതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ്? നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് എണീക്കുന്നു, ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഡിസിപ്ലിൻഡ് അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇതും എന്താണ്? ബെറ്റർ വേർഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിലേക്ക് പോകുന്നതിൽ നിന്നും തടസ്സം നിൽക്കുന്ന കാര്യമാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് വരുന്നത്. ദെൻ ക്വാളിറ്റീസ് ഓഫ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമ്മുടെ ബെസ്റ്റ് വേർഷന് വേണ്ടത്? നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടേക്സ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ഏതൊരു പ്രശ്നം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, അല്ലെ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് നമ്മൾ എന്താണ്, രക്ഷപ്പെടുകയാണ് ചെയ്യുക, അല്ലെ? അധികം ആളുകളും. എന്നാൽ നമ്മുടെ ബെറ്റർ വേർഷൻ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, കുറച്ചും കൂടി വൈഡായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ, എന്ത് കാര്യങ്ങളിൽ, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ചാലഞ്ചസ് ആവട്ടെ, അത് നമ്മളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മാച്ച് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, വ്യക്തിയുടേതല്ല പ്രശ്നം, എൻ്റെ ഉള്ളിലുള്ള എനർജിയാണ് അത് അട്രാക്ട് ചെയ്തത്. അതാണ് റിയാലിറ്റി. അപ്പം നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം വരില്ല.
നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതുപോലെ എന്താണ്, മറ്റുള്ളവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം, അല്ലെ? നമ്മുടെ ലൈഫ് ഏതൊരു വ്യക്തിയായാലും മരണം വരെ അവരുടെ കൂടെ ഉണ്ടാവുന്നത് അവര് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ തന്നെ ചെയ്യും. മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ, മറ്റുള്ളവർ ചെയ്തു തരണം ചെയ്തു തരണം ചെയ്തു തരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അതിൽ കുറ്റം പറഞ്ഞ് അവരുടെ സമാധാനം കളയാതെ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഓക്കെ. അതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചസിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അതെങ്ങനെ ക്ലിയർ ചെയ്യാം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത്, ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അപ്പം അതിന് എന്ത് ചെയ്യുക, ഇതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ റെസ്പോൺസ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഏതൊരു കാര്യം വരുമ്പോഴും റെസ്പോണ്ട് ചെയ്യാം, റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ്, അപ്പം ഒരാള് ബ്ലെയിം ചെയ്യുന്നു, അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം? നമ്മൾ ശാന്തമായിട്ട് ഒരു സമയം നമ്മളവിടെ കുറച്ച് സമയം നമ്മളവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഒരു സമയം കൊടുത്ത് നമ്മളൊന്ന് ചിന്തിച്ച് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ അവിടെ സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കുന്നു, അതല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാണ് വേണ്ടത്, ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. ഓക്കെ. അപ്പൊ നമ്മളൊരു പ്രശ്നം വരുമ്പോഴേക്കും ചിന്തിക്കാതെ ഡയറക്റ്റ് അതിന്റെ മീനിങ് എടുത്തിട്ട് നമ്മൾ അങ്ങ് ഓവർ റിയാക്ട് ചെയ്യാണ്. അവിടെ പ്രശ്നം സോൾവ് ആവുകയാണോ അല്ലെങ്കിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുകയാണോ ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക, അല്ലെ? ഒരിക്കലും അവിടെ സൊല്യൂഷൻ അല്ല ഉള്ളത്. പിന്നെ ഇവിടെയും റെസ്പോൺസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്നോട് മോശമായിട്ട് പെരുമാറിയത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, എൻ്റെ അടുത്ത് അതിന് മോശം അല്ലെങ്കിൽ ഇതിന് മാച്ച് ആയിട്ടുള്ള എനർജി ഉള്ളത് കൊണ്ടാണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊരു ഇഷ്യൂ വരുമ്പോഴും സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ അതിൻ്റെയൊക്കെ കാര്യക്കാരൻ ആരാണ്? കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ലേൺസ് കണ്ടിന്യൂസ്ലി, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വായിക്കുക, എപ്പോഴും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? നമ്മളെല്ലാം പഠിച്ചുകൊണ്ടല്ല നമ്മൾ ലൈഫിലേക്ക് വന്നത്, ആണോ? നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന എന്താണ്, ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സ്കൂൾ ലൈഫിലൊക്കെ. എന്നാൽ റിയൽ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, ഒരാളുടെ എങ്ങനെ മെച്ചൂർഡായിട്ട് പെരുമാറണം, എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ചലഞ്ച് വരുമ്പം എങ്ങനെ ഫേസ് ചെയ്യണം. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. വായിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ലേൺ ചെയ്യാന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്വാളിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുപോലെ മെയിൻറ്റെയിൻ ഹെൽത്തി ബൗണ്ടറീസ്. നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നോ പറയേണ്ടിടത്ത് നമ്മൾ നോ പറയണം, യെസ് പറയേണ്ടിടത്ത് നമ്മൾ യെസ് പറയണം. ഓക്കെ. അതുപോലെ നെഗറ്റീവായിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ ഒരുപാട് ഡൗൺ ആക്കുന്ന റിലേഷൻഷിപ്പിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ടൈമിന് ബൗണ്ടറി സെറ്റ് ചെയ്യണം, അല്ലെ? നമ്മൾ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നു, അങ്ങനെയൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഹെൽത്തി ബൗണ്ടറീസ് എല്ലായിടത്തും വേണം. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അല്ലെ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലൊക്കെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന, സമയം ഒരുപാട് പാഴാക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് മോശം സംസാരിച്ച് നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ബൗണ്ടറി സെറ്റ് ചെയ്യണം. നോ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും നമുക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യണം, നമ്മൾ ലീവ് ചെയ്യണം, അവിടെ നിൽക്കരുത്. നമ്മുടെ എനർജി നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അടുത്ത ആളാണ്, ക്ലോസ്ഡ് റിലേഷനിലുള്ള ആളാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട്, ഇപ്പം നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണം.
അവിടെ അക്സെപ്റ്റ് ചെയ്യുക. അവരെ ഒഴിവാക്കി നമ്മൾ വിടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ അവിടെ നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം. ഓക്കെ, അവരെ നമ്മുടെ ലൈഫിൽ നിന്നും പറഞ്ഞു വിടാന്നല്ല, പറഞ്ഞു വിടാൻ പറ്റുന്ന നമ്മുടെ റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്സ് ആണ് അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും നമ്മൾ അവരിൽ നിന്നും മാറി നിൽക്കണം. ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അവരെ മനസ്സിലാക്കുക എന്ത് അവരങ്ങനെയാണ്, അത് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടുള്ള ഔട്ട്പുട്ടിലാണ് അവർ ജീവിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് ഇപ്പം ഹീലിംഗ് നമുക്ക് ചെയ്യാം, ഹുഗീനസ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ എനർജി എപ്പോഴും നമ്മൾ സംരക്ഷിക്കുക. ഇത് നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനുള്ള ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ പ്രാക്ടീസസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനുള്ള പവർഫുൾ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എന്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തുണ്ട് എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെ, എനിക്ക് നമ്മൾ കമ്പയർ ചെയ്യും നമ്മളെ മറ്റുള്ളവരുമായിട്ട്. നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. എനിക്ക് എൻ്റെ ഫ്രണ്ടിന് അതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നെയ്ബർക്ക് ഇതുണ്ട്, ആൾക്ക് ഇത്രയും ലൈഫിൽ കാര്യങ്ങളുണ്ട്, അവർക്ക് പണമുണ്ട്, അവർക്ക് വാഹനമുണ്ട്, വീടുണ്ട്. അങ്ങനെ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ എനർജി എന്താവും, ഡൗൺ ആവും. നമ്മൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നെഗറ്റീവ് ആവുമ്പോൾ ലൈഫും നെഗറ്റീവായിട്ട് വരും. അപ്പൊ അതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നന്ദിയുള്ളവരാവുക, ഗ്രേറ്റ്ഫുൾ ആവുക. നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഒരുപാട് 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 കോടിക്കണക്കിന്. നമ്മൾ അതൊന്ന് ആ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കോടാനുകോടി ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ എത്രയുണ്ട്. നമ്മൾ ഹെൽത്തി ആണോ, നമ്മൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ് അല്ലെ. നമ്മൾ പുറമേയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, പക്ഷെ നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ലൈഫ്, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഈസ് ഇമോഷണലി റെസിലിയൻറ്റ്, നമുക്ക് വേണ്ടത് ക്വാളിറ്റിയാണ് ഇമോഷണലി റെസിലിയൻ്റ് ആവുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും, നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന, നമുക്ക് ഒരുപാട് തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. അതിൽ വീണു പോവാതെ എന്താണ്, നമ്മൾ തിരിച്ചു വരും, പ്രതീക്ഷയോടെ തിരിച്ചു വരുന്നൊരു സ്വഭാവം. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് അല്ലെ. ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളില്ലാത്തത്? ഇല്ല, ചുരുക്കം അല്ലെ. ചുരുക്കമല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്, അവിടെയാണ് അതിന്റെ കോർ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പം, ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടു, അപ്പൊ അതിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ ഇനി ലൈഫില്ല എന്ന് പറഞ്ഞ് ലൈഫ് അവസാനിപ്പിക്കുന്നതിന് പകരം എന്താണ്, ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു, ലൈഫ് ഇങ്ങനെയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ട്രസ്റ്റ് ദ ഫ്ലോ, ട്രസ്റ്റ് ദ പ്രോസസ് അല്ലേ. ലൈഫിന് ഒരു ഫ്ലോ ഉണ്ട്, അത് ആ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ വരാം, അതും നമ്മുടെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട്, അത് വേറെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം അതിൽ പെട്ടുപോവാതെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ച് ലൈഫിലേക്ക് വരിക. അതാണ് നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻ. ഡൗൺ ആയിരിക്കുകയല്ല നമുക്ക് വേണ്ടത്, അതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ, ലൈഫിന്റെ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുക, ഇമോഷണലി റെസിലിയന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ലാതിരുന്നാൽ എന്താണ്, നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ഹെൽത്ത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് പണമുണ്ട്, നല്ല ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അല്ലെ. ഒന്നും നമുക്ക് കാണണ്ട, ഒന്നും കേൾക്കണ്ട, ഹെൽത്ത് നോക്കിയായി കിട്ടിയാൽ മതി, ഇത്രയായിരിക്കും നമ്മുടെ ചിന്ത. അപ്പൊ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സസൈസ്, സഫീഷ്യൻറ്റ് സ്ലീപ്പ്, അതുപോലെ ഹെൽത്തി ഫുഡ് അല്ലെ, ഇതൊക്കെ കഴിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതും ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനായിട്ട്
നമുക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ ഇന്റൻഷനലി നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പേർപ്പസ് വേണം, ഒരു ഗോള് വേണം. ആ ഗോളിലേക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? നമുക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ലക്ഷ്യബോധമില്ലെങ്കിൽ ലൈഫ് നമുക്ക് വെറുത്തു പോകും, അല്ലെ? നമുക്ക് എന്താ ലക്ഷ്യമില്ല, നേരം വെളുക്കുന്നു, ഈവനിങ് ആവുന്നു, എഗെയിൻ നേരം വെളുക്കുന്നു. ഈ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഒരു വിരസത അല്ലെങ്കിൽ ഒരു ലൈഫിനോടൊരു മടുപ്പ് തോന്നും, അല്ലെ? അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഗോള് വേണം. ആ ഗോളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? അത് അച്ചീവ് ചെയ്യണം. നമ്മുടെ ലൈഫിനൊരു പേർപ്പസ് വേണം. അപ്പം ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലെ? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ ഗോളുകളിൽ വരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. റെസ്പോൺസ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ലേൺസ് കണ്ടിന്യൂസ്ലി, പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് നമുക്കത് നമ്മൾ നല്ല രീതിയിൽ നിന്ന് നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചീറ്റ് ചെയ്തിട്ട് പോവും. അപ്പോഴെന്താ ചെയ്യുന്നത്? നമ്മൾ ഡൗൺ ആവുകയാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ ഒരു പ്യൂപ്പിൾ പ്ലീസർ ആവാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എനർജി നമ്മൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അതുപോലെ ഇമോഷണലി റെസിലിയന്റ് ആവുക. പ്രശ്നങ്ങൾ വരും, അതിൽ വീണു പോവാതെ, അതിൽ തകർന്നു പോവാതെ പ്രതീക്ഷയോടെ ലൈഫിൽ ഇമോഷണലി ഉയർത്തെഴുന്നേൽക്കുക. ഓക്കെ, അതുപോലെ ടേക്സ് കെയർ ഓഫ് ഹെൽത്ത് ശ്രദ്ധിക്കുക. അതുപോലെ ഗോൾ ഉണ്ടായിരിക്കുക. നമ്മുടെ ലൈഫിന് ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഓക്കെ, ഡെയിലി ഹാബിറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. അപ്പൊ എങ്ങനെയാണ് ഈ ബെറ്റർ ഫോമിലേക്ക്, നമ്മുടെ ഒരു ഫോമിലേക്ക് നമ്മൾ എത്തുക, ബെറ്റർ വേർഷനിലേക്ക് നമ്മൾ എത്തുക? നമ്മൾ സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ്സ് ബിഗ് ചേഞ്ചസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ക്വാളിറ്റീസ് പറഞ്ഞു, എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് ആണ് നമ്മൾ ഈ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി, അല്ലേ? അപ്പം ഇനി എന്താണ് സ്മോൾ ഹാബിറ്റ്സ്? എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്? സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ് ബിഗ് ചേഞ്ചസ്. നമ്മൾ എന്താണ്, ചെറിയ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് വലിയ ചേഞ്ചസിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, EFT ടാപ്പിംഗ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജേർണലിംഗ്, പോസിറ്റീവ് അഫർമേഷൻസ്, റീഡിങ്, എക്സസൈസ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് കൈൻഡ്നെസ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്കത് എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇരുന്ന് കൊണ്ട് നമ്മളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് സന്തോഷ നിമിഷങ്ങളുണ്ട്, അല്ലെ? അതുപോലെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലുണ്ട്. ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം. അതുപോലെ ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ പാരൻസ്, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അത് നമ്മളെ ഇപ്പം ജോലിക്കാരനാണെങ്കിൽ ജോലി തരുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസ് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ അതിലുള്ള വർക്കേഴ്സ്, ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃഷി ചെയ്യുന്നത് ആരാണ്? മറ്റു വ്യക്തികളാണ്, അല്ലെ? നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്. അപ്പം അത്രയും നമ്മൾ എന്താണ്, അറ്റാച്ച്ഡ് ആണ്, അതുപോലെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പം അത്രയും ആളുകളുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്താണ്, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ EFT ടാപ്പിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ EFT ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഒരുപാട് വൂൺസ് ഉണ്ട്, അല്ലെ? ഇമോഷണൽ വൂൺസ് ഉണ്ട്, വൈകാരികമായിട്ടുള്ള മുറിവുകളുണ്ട്. ഈ മുറിവുകൾ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ? നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ബാഡ് ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള മുറിവുകൾ. അപ്പം ഈ മുറിവുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് EFT ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ
ബിസിനസ് പാർട്ട്ണർ നമ്മളെ ചീറ്റ് ചെയ്തു. ഈ ചീറ്റ് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിൽ എന്താണ് ഒരു റിവെഞ്ച് ആയിട്ട് വല്ലാത്തൊരു പകയായി ദേഷ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെ, എന്നെ അവർ ചീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ അങ്ങ് പെട്ടുപോകും. അതുപോലെ ലൈഫ് പാർട്ട്ണർ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ചെയ്ത ആളുകൾ ചീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ അങ്ങ് തകർന്നു പോയിട്ട് പിന്നീട് നമുക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ തന്നെ പെട്ടുപോയിട്ട് അതിന് പകരം വീട്ടണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്താണ് പ്രശ്നത്തിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റാതെ നമ്മൾ അങ്ങ് ലൈഫ് കൈവിട്ടു പോകുന്ന സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു സങ്കടത്തെ, ഈ ഒരു ഇൻസിഡന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്നും പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുള്ള പവർഫുൾ ടൂളാണ് EFT ടാപ്പിംഗ് എന്ന് പറയുന്നത്. EFT എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, ഇമോഷൻസിൽ നിന്നും ഫ്രീഡം നേടാനുള്ള, നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും ഫ്രീഡം നേടാനുള്ള ടെക്നിക്കാണ് EFT എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും EFT ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള മാലിന്യങ്ങൾ, സങ്കടം, ദേഷ്യം, വെറുപ്പ്, കുറ്റബോധം, ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്നും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട പവർഫുൾ ടൂളാണ് EFT ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ജേർണലിംഗ്, എഴുതാം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ്, ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേർണൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, അപ്പൊ അതിലുള്ള നമ്മൾ എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ലൈഫിൽ ഓർമ്മിക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും, അതൊക്കെ എഴുതി വെക്കുക. അതുപോലെ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിലീഫ് ഫോം ചെയ്യുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജേർണലിംഗ് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും, അതൊരു പുതിയ ബിലീഫായിട്ട് അവിടെ മാറും. ഓക്കെ, അപ്പൊ ഇത് എഴുതാം, ഈ ജേർണലിംഗിൽ ഇതൊക്കെ എഴുതാം. അതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എഴുതി വെക്കരുത്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും എന്ത് എഴുതരുത്? എഴുതി വെക്കരുത്. അതിന് ഒരു എനർജി ഉണ്ട്, അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അതുപോലെ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താൻ, ബെറ്റർ വേർഷനിലേക്ക് നമ്മൾ എത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് അഫർമേഷൻസ്. നമുക്ക് വേണ്ടത് എന്താണോ, നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളിങ് ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ആണ് ഐ ആം റിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. അപ്പം നെഗറ്റീവ് തന്നെ നമ്മൾ വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ വീണ്ടും 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 എന്താവും? വലുതാവും, അല്ലെ? പ്രശ്നം കൂടുതൽ വഷളാവും. അപ്പൊ അതിന് പകരം പോസിറ്റീവ് അഫർമേഷൻസ്. ഇപ്പം ഫിയർ ഉള്ള ഒരാളാണെങ്കിൽ ഐ എം സേഫ്, ഐ എം കറേജിയസ്, ഇങ്ങനെ ഉള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിരന്തരം പറയുമ്പോൾ അത് റിയാലിറ്റി ആയിട്ട് മാറും. നമ്മുടെ മനസ്സിന് എന്തില്ല? സബ് കോൺഷ്യസ് മൈൻഡിൽ ബുദ്ധിയില്ല. എന്താണ് നമ്മൾ പറയുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യില്ല, അത് ഡയറക്റ്റ് അങ്ങ് എടുക്കും. അപ്പൊ നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കുമ്പോൾ നമ്മളിലേക്ക് കൊണ്ടുതരും. അതുപോലെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്താണ്, അതും മൈൻഡിലേക്ക് എടുത്തിട്ട് നമ്മളത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് അത് മാറും. അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ബെറ്റർ വേർഷനിലേക്ക് എത്താനുള്ള അഫർമേഷൻ എന്താണ്? ഡേ ബൈ ഡേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ ദിവസവും ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അഫർമേഷൻ പറയാം. ഓരോ നിമിഷവും ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് തരുന്ന കാര്യമാണ്. നമ്മൾ അതിലേക്ക് എത്തിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ. അതുപോലെ നെക്സ്റ്റ് എന്താണ്? റീഡിങ്, വായിക്കുക. പുതിയ പുതിയ ബുക്സ് വായിക്കുക. വായന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ് റീഡിങ്. അതുപോലെ പുതിയ അറിവുകൾ, അല്ലെ? ഓരോ ബുക്കും എന്താണ്? പുതിയ പുതിയ ലോകമാണ്, പുതിയ അറിവിന്റെ
വെളിച്ചമാണ്. അപ്പം ബുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള ബുക്സ് ആണ് നമ്മൾ വായിക്കേണ്ടത്. ഒരുപാട് ബുക്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ ലൈഫിന്റെ ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്, അതുപോലെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ്. ഇതൊക്കെ വായിക്കാം. ഓക്കെ. അതുപോലെ എക്സസൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. നമ്മുടെ ലൈഫിൽ ഒരു അസുഖം വരുമ്പം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതല്ല, നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അതുപോലെ മൈൻഡ്ഫുൾനെസ്, അല്ലെ? മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാം, പ്രസന്റിൽ ജീവിക്കുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്സിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ EFT ടാപ്പിംഗ്, അല്ലെ? നമ്മുടെ മൈൻഡിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും. സങ്കടമായിട്ടും വിഷമമായിട്ടും പേടിയായിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ EFT ടാപ്പിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഈ വൂൺസിനെയും ഈ ഇമോഷൻസിനെയൊക്കെ റിലീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും, നമുക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ കൈൻഡ്നെസ്, നമ്മൾ കൈൻഡ് ആയിട്ട് പെരുമാറും. മറ്റുള്ളവരെയും അവരുടെ ഇമോഷൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്ത് അവരെ ബ്ലെയിം ചെയ്യാതെ ഒരു കൈൻഡ്നെസ്സോട് കൂടി നമ്മൾ മക്കളോടായാലും മറ്റുള്ളവരോടായാലും കൈൻഡായിട്ട് പെരുമാറുക എന്നുള്ളത്, ഇതൊക്കെ നമ്മുടെ എന്താണ് ഡെയിലി ഹാബിറ്റ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ലെറ്റ് ഗോ ടു ഗ്രോ, ലെറ്റ് ഗോ ചെയ്യാം. വളരാനായിട്ട് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളാണ് പാസ്റ്റ് ഹേർട്സ്, ഗിൽട്ട്, ഷെയിം, ഫിയർ, കമ്പാരിസൺ, പെർഫെക്ഷനിസം, ലിമിറ്റിംഗ് ബിലീഫ്സ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ലൈഫിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇത് ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഞാൻ ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പോകുന്ന കാര്യങ്ങളല്ല. പാസ്റ്റ് ഹേർട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ഹേർട്സ്, നമ്മുടെ പാസ്റ്റ് ലൈഫ്, പിന്നെ അതിന് മുൻപുണ്ടായിട്ടുള്ള ഹേർട്ടുകൾ, ഗിൽട്ട്, കുറ്റബോധം, അല്ലെ? ഒരുപാട് കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറിയത്, പല മിസ്റ്റേക്സും ചെയ്തത്. അതുപോലെ ഷെയിം, അല്ലെ? നാണക്കേട്, ഈ നാണക്കേട് അനുഭവിച്ച ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഫിയർ, പേടി, അല്ലെ? കമ്പാരിസൺ, നമ്മൾ കമ്പയർ ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ പെർഫെക്ഷനിസം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, പെർഫെക്റ്റ്, ഒരു OCD, അല്ലെ? OCD പോലെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ റിലീസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് കഴിയുക. യു കനോട്ട് റിസീവ് ന്യൂ ബ്ലെസ്സിങ്സ് വൈൽ ഹോൾഡിംഗ് ഓൺ ടു ഓൾഡ് ബേർഡൻസ്. നമുക്ക് ഒരിക്കലും പുതിയ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് റിസീവ് ചെയ്യാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പാസ്റ്റ് ഹേർട്സും ഗിൽറ്റും ഷെയിമും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഈ ബേർഡൻസ് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് റിസീവ് ചെയ്യാൻ കഴിയില്ല, നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. എല്ലാം എനർജിയാണ്, എനർജി രൂപത്തിലാണ് നമ്മളിലേക്ക് വരിക. ഒരിക്കലും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും മാച്ച് ആവില്ല, അട്രാക്ട് ചെയ്യപ്പെടില്ല. ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരും. ഇത്രയും നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും. അപ്പോൾ ബ്ലെസ്സിങ്സിന്, ഇപ്പം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള എനർജി ലെവൽ ഹൈ എനർജി ലെവലിലുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ലോ എനർജിയും ഹൈ എനർജിയും മാച്ച് ആവില്ല, നമ്മുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വരില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ടൂൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പവർഫുൾ ടൂളാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നുള്ളത്. ഓക്കെ. അതുപോലെ റീപ്ലേസ് ചെയ്യേണ്ടത് ഫിയർ കറേജിലേക്ക് റീപ്ലേസ് ചെയ്യണം, ഡൗട്ട് കോൺഫിഡൻസിലേക്ക് റീപ്ലേസ് ചെയ്യണം, കമ്പാരിസൺ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് റീപ്ലേസ് ചെയ്യണം, വിക്ടിം മൈൻഡ് സെറ്റ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് റീപ്ലേസ് ചെയ്യണം, പെർഫെക്ഷൻ പ്രോഗ്രസിലേക്ക്, അല്ലെ? ഫിയർ, പേടിയുണ്ട്, അതെന്തിലേക്ക്? ധൈര്യത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എനിക്കൊരു കാര്യം ചെയ്യാൻ പേടിയാണോ എക്സ്ക്യൂസ് എന്ന് മീ പറഞ്ഞാൽ, മാം, എക്സ്ക്യൂസ് മീ മാം, യെസ്, ലിമിറ്റിംഗ് ബിലീഫ്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുമ്പം നമ്മളെ പരിമിതപ്പെടുത്തുന്ന നമ്മുടെ ചിന്തകളാണ്, വിശ്വാസങ്ങളാണ്. ഇപ്പോ ഒരു ജോബ്, ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു ജോബ് എന്നിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. എനിക്കൊരു ജോബ് വരുന്നു. അപ്പൊ എന്റെ ഉള്ളിലൊരു ബിലീഫ് വരികയാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അതിനുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്, അതിനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും, എനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും എനിക്കത് ചെയ്യാൻ പറ്റുമോ,
ഞാൻ ചെയ്താൽ മിസ്റ്റേക്സ് വരുമോ, ഞാൻ കേപ്പബിൾ ആണോ, ഇങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വോയിസ്, നമ്മുടെ ഇന്നർ വോയിസ് വരികയാണ്. അങ്ങനെ വരാറില്ലേ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും? ആ ഓക്കെ. ഓക്കെ, അതാണ്. അതായത് ആങ്സൈറ്റി ആണോ? അത് ആങ്സൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷെ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. ഉം. ഐ എം നോട്ട് കേപ്പബിൾ എന്നോ, നമ്മൾ കേപ്പബിൾ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് അതിനുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീലിംഗ് വരികയാണ് എനിക്കതിന് കഴിയില്ല, എന്നിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാതിരിക്കാം, വേറെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ തടയുന്ന ബിലീഫ്സ് ഉണ്ട്. അതാണ് ലിമിറ്റിംഗ്. ഇതെന്താണ്, ഒരിക്കലും നമ്മളെ ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് കഴിയില്ല. ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് വരാൻ കാരണമുണ്ട്. നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തൽ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കുമ്പോൾ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോ, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല, നീ നിനക്ക് അതിനുള്ള കഴിവില്ല, ഇത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മോശം ഇമേജ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. ഒരു മോശം വിശ്വാസം, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും കാലിബർ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഉള്ളിൽ നിന്നും ഈ ഒരു ബിലീഫ് വന്നു കഴിഞ്ഞാൽ അതവിടെ എന്താവും, ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് പാർട്ണർ ചീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ബിസിനസ് ആ പാർട്ണർ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആളുടെ ഉള്ളിലൊരു വിശ്വാസം രൂപപ്പെടും. എന്താണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലേ, അങ്ങനെ വരില്ലേ? യെസ്. ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പാർട്ട്നേഴ്സിനെ അവർ ചൂസ് ചെയ്യില്ല. കാരണം അവർക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. ചീറ്റ് ചെയ്യോ എന്നുള്ളൊരു വിശ്വാസം. ഇത് ആ ഒരു ഏരിയയിൽ മാത്രമല്ല, മാരീഡ് ലൈഫിലൊക്കെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. എന്നെ ചീറ്റ് ചെയ്യോ, ആരെയും വിശ്വസിക്കും. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലേ? ആ, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ആ ഒരു ഇപ്പം ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ട്രസ്റ്റ് ഇഷ്യൂ വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഏതൊരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മളൊരു ഡിസിഷൻ എടുക്കും അല്ലെ, ആ ഡിസിഷൻ ഒരു ബിലീഫായിട്ട് മാറും നമുക്ക്. ഓക്കെ, ക്ലിയർ ആയോ മാം? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ ഫിയർ കറേജിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാം. ഡൗട്ട്, സെൽഫ് ഡൗട്ട് ഒക്കെ എന്താണ്, കോൺഫിഡൻസിലേക്ക്. കമ്പാരിസൺ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്. കമ്പയർ ചെയ്ത് നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ എന്താണ് വേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. വിക്ടിം മൈൻഡ് സെറ്റ് അല്ലേ, ഞാൻ ഇരയാണ് എന്നുള്ള, എനിക്ക് എൻ്റെ ലൈഫ് പരാജയമാണ്, എനിക്ക് എല്ലാം ഞാൻ ഒരു എനിക്ക് ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല, എനിക്ക് സക്സസിലേക്ക് എത്താൻ കഴിയില്ല, എൻ്റെ വിധിയാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിന് പകരം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എൻ്റെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത്, എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തേ പറ്റൂ, ഞാൻ ഇറങ്ങി തിരിച്ചേ പറ്റൂ, ഞാൻ വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്നും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ പെർഫെക്ഷൻ പ്രോഗ്രസ്സിലേക്ക്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ ചെയ്യുക. നെക്സ്റ്റ് ഡേ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യുക, അതിലും ബെറ്റർ ആയിട്ട് ചെയ്യുക. നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ എന്താണ്, ഓരോ ദിവസവും ബെറ്റർ ആയിട്ട് വരും. ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ദ പവർ ഓഫ് കൺസിസ്റ്റൻസി. 1% ഇംപ്രൂവ്മെന്റ് എവറി ഡേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 1% ചെയ്യാൻ പറ്റുന്ന കാര്യം ഓരോ ദിവസവും ചെയ്യാം. ഇത് ഓരോ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 365 ഡേയ്സ് 1 ഇയർ ആകുമ്പോഴേക്കും എന്തായിരിക്കും, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലൈഫ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട്, ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ, ബെറ്റർ വേർഷനിലേക്ക് എത്താനുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ക്ലിയർ ചെയ്യുക, അതുപോലെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് ജീവിക്കുക അല്ലെ, കൈൻഡ് ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറുക, അതുപോലെ ഇമോഷണലി റെസിലിയന്റ് ആവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് മെല്ലെ മെല്ലെ പയ്യെ എന്താണ്, ആ ഒരു വലിയ മാറ്റത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാന്നുള്ളതല്ല. സ്മോൾ ആക്ഷൻസ് റിപ്പീറ്റഡ് ഡെയിലി ബിക്കം പവർഫുൾ ഹാബിറ്റ്സ് അല്ലെ. നമ്മൾ ഡെയിലി ചെറിയ ചെറിയ ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് പവർഫുൾ ഹാബിറ്റ്സ് ആയിട്ട് അത് മാറും. ഓക്കെ,
അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമാണ് വൺ ഹാബിറ്റ് ഐ വാണ്ട് ടു സ്റ്റാർട്ട്. ഞാൻ എന്താണ് ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്താണ് ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട്. ദെൻ വൺ ഹാബിറ്റ് ഐ വാണ്ട് ടു സ്റ്റോപ്പ്. അല്ലെ, സ്റ്റോപ്പ് ചെയ്യേണ്ട ഹാബിറ്റ് എന്താണ്, നമ്മൾ നിർത്തേണ്ട ഹാബിറ്റ് എന്താണ്. അല്ലെ, സോഷ്യൽ മീഡിയ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്യണം. രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നു, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു, അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെ, ലേറ്റ് ആയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യന്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിക്ക് നമ്മൾ എതിരായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ വൺ ബിലീഫ് ഐ ചൂസ് ടു റീപ്ലേസ്. നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ബിലീഫ് എന്താണ്, അത് ചൂസ് ചെയ്യുക. വൺ ആക്ഷൻ ഐ വിൽ ടേക്ക് ടുഡേ. ഇന്ന് എനിക്ക് ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യം, റീഡിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ വലിയ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, എക്സസൈസ്, ഇതൊക്കെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെയ്യാം. അതുപോലെ you don't become the best version of yourself overnight. You become that person through daily choices, small habits, courage, consistency, self-awareness. അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നല്ല പറയുന്നത്. എന്താണ്, നമ്മൾ ഡെയിലി ചോയ്സസിലൂടെ, സ്മോൾ ഹാബിറ്റ്സിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെറിയ 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 മാറ്റങ്ങൾ, കറേജ്, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, സെൽഫ് അവയർനെസ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പയ്യെ പയ്യെ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യരുത്, ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യരുത്. നമ്മുടെ ബിഹേവിയർ, നമ്മളുടെ ആ ഒരു ക്യാരക്ടറൊക്കെ ഫോം ചെയ്യപ്പെട്ടുള്ളത് ഒരിക്കലും നമ്മൾ ഫോം ചെയ്തെടുത്തതല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ മറ്റുള്ളവർ, നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട് അല്ലെ, നമ്മുടെ പാരന്റ്സ്, ടീച്ചേഴ്സ്, സിബ്ലിങ്സ്, നെയ്ബേഴ്സ്, ഇവരിൽ നിന്നൊക്കെ കിട്ടിയതാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് നമുക്ക് മാറിയത്. അപ്പം ഒരിക്കലും നമ്മളുടെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം, ഇറ്റ്സ് ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെയിം ചെയ്യാതെ നമ്മൾ അതിനെ പയ്യെ 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 മാറ്റി 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 കൊണ്ടുവരാം. നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലോ ആവും, ഉറപ്പാണ്. നമുക്ക് പിന്നെ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ്, അല്ലേ, നമ്മളാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്, നമ്മളാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പൊ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്, ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, പ്രോഗ്രസ് ഈസ് ഓൾവേസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. പെർഫെക്ഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും പ്രോഗ്രസ് ആണ്. ഓക്കെ, അപ്പം യുവർ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീഷൻ ഈസ് നോട്ട് ഹൂ യു ആർ, who were yesterday, it's the person you are capable of becoming tomorrow. ഇന്നലെ ഞാൻ എന്തായിരുന്നു എന്നതിലല്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, എന്താണ്, നാളെ എത്രത്തോളം എനിക്ക് പവറായിട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ ബെറ്റർ വേർഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായേക്കാം, നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായേക്കാം, നമ്മുടെ ടൈം നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ എങ്ങനെ എത്തും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ സ്കൈലർ ലേണിംഗ്സിലുള്ള EFT കോഴ്സ് എന്ന് പറയുന്നത്, EFT ടാപ്പിംഗ് കോഴ്സ്. അപ്പം EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, ഇതിലൂടെ നമുക്ക് നമ്മുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൂള് നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്മളെ ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ സ്കൈലർ ലേണിംഗ്സിൽ ഈ ഒരു ടൂള് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ 14th നമുക്ക് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ എന്താണ് ബെസ്റ്റ് വേർഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥയിലായിരിക്കും, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടൈം ഒരുപാട് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഈ റെക്കോർഡ് കിട്ടും അതിന്റെ? റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു നല്ല മാം. ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ
എല്ലാവർക്കും നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പം ഹെൽപ്ഫുൾ ആയിരുന്നോ? എന്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ തോന്നുന്നു. ഓക്കെ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. റെക്കോർഡ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിനുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ലിസൺ ചെയ്തതിന് താങ്ക് യു. താങ്ക് യു സർ, ആഷ് സർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൾ. ബൈ.